അപ്പോൾ സെന്നിൻ്റെ കട്ടിങ്ങൊക്കെ ലുക്ക് കാണുന്ന ഫുൾ കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്ന ഗാരേജിലെ വിശേഷങ്ങളായിട്ടാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മളുടെ തട്ടുംപുറത്താണ് കേട്ടോ. നമ്മളുടെ തട്ടുംപുറം എന്ന് പറയുമ്പോൾ നമ്മുടെ ബൂത്തിൻ്റെ ഒരു ഏരിയ ആണിത്. അടിയിൽ ബൂത്ത്, അതിൻ്റെ മേലുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറേ ആൾക്കാർ കണ്ടോ. പിന്നെ ഇവിടെ പാചകം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ രണ്ടാളിവിടെ താമസിക്കുന്നുണ്ട് ഗാരേജിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടി പ്രൈമർ കോട്ട് അടിക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സെന്ന് ലാസ്റ്റ് ഫൈനൽ സെറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. പോളിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇന്ന് ഇത് ഓവർടൈം നിന്നിട്ട് ഈ ഹോണ്ട സിറ്റി സെറ്റിങ് ചെയ്യണം. പിന്നെ നമ്മളുടെ ബൂത്തിലൊരു വണ്ടി അടിച്ചത് തന്നിട്ടുണ്ട്, ഗ്രേ കളർ വണ്ടി 1G3 എന്ന് പറയുന്ന ഒരു ഗ്രേ കളർ വണ്ടി. ഇന്നോവയ്ക്ക് വരുന്ന ഗ്രേ ആണ്. അപ്പോൾ അത് അടിച്ച് തീർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കാണിച്ചു തരാം നിങ്ങളെ. നമ്മൾ പഴയ ഹെഡ്ലൈറ്റ് സാധനങ്ങളൊക്കെ റാക്ക് ചെയ്ത് വെച്ചൊക്കെയാണ്. അവിടെ മാരുതി സെന്നിന് വേണ്ടിയിട്ട് ചെയ്യണ സ്കർട്ടാണ്, സ്വിഫ്റ്റിന് തന്നെ സ്കർട്ടാണ്. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് സെന്നിന് വേണ്ടിയിട്ട് മാച്ച് ചെയ്യണം കേട്ടോ. നമ്മളുടെ 1G3 എന്ന് പറഞ്ഞാൽ ഗ്രേ കളർ വണ്ടി ഇവിടെ അടിച്ച് തീർന്നിട്ടുണ്ട്. പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കട്ടിങ് പോളിഷും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ സെന്നിൻ്റെ കട്ടിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ബോണറ്റ് കട്ടിങ് തീർന്നു. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സെന്നിൻ്റെ വീല് പഞ്ചറുണ്ട്, അത് ചേഞ്ച് ചെയ്യണം. സ്റ്റെപ്പിന് എടുത്ത് ഇടണം. ടയർ ഭയങ്കര വീക്കായിരുന്നു കേട്ടോ. പൊട്ടിയാണതാണ്, ഇന്നും പൊട്ടിയാണത്. അങ്ങനെ കമ്പിയൊക്കെ ഉണ്ടോ. അപ്പോൾ അത് സ്റ്റെപ്പിന് എടുത്തിടണം. അങ്ങനെ റിമ്മ് നമ്മൾ പെയിൻറ്റ് ചെയ്തു. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്രില്ല് നമ്മൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. പഴയ ബമ്പർ ഇതായിരുന്നു സെന്നിൻ്റെ. അത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ബമ്പർ സെറ്റ് ചെയ്ത് കൊടുത്തു. ഈ ഒരു ബമ്പറായിരുന്നു, കാരണം ആകെ മോശം. ഇതിൻ്റെ ഒന്നുമില്ല. അത് നമ്മൾ ചേഞ്ച് ചെയ്തു. നമ്മളിവിടെ ഒരു പഴയതിരിക്കുന്നുണ്ടായിരുന്നു, അത് സെറ്റ് ചെയ്ത് കൊടുത്തു. ബാക്കി സെറ്റിങ് തീർന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ ഭംഗി വരണമെങ്കിൽ ശരിക്കും നമ്മളുടെ ടയറുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കുറച്ച് വീതിയുള്ള ടയറും കാര്യങ്ങളൊക്കെ ഇടണം. പിന്നെ നമ്മളുടെ ഗ്രില്ല് മെഷാക്കണം. ചിലപ്പോൾ മെഷാക്കണ കാരണമായിരിക്കും അവർ ഗ്രില്ല് വാങ്ങാഞ്ഞത്. ബാക്കി സ്കർട്ടും കാര്യങ്ങളൊക്കെ കസ്റ്റമർ തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ. 3 ആൾ നിന്ന് വർക്ക് ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നു. ഒരാൾ കട്ടിങ് പോളിഷ്, ഒരാളുടെ സെറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇത് നമ്മളുടെ ഒരു ഇന്നോവ ടൈപ്പ് 2 വണ്ടി തന്നെയാണ്. ടൈപ്പ് 2ലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പുട്ടി വർക്ക് കാര്യങ്ങളെല്ലാം ഫൈനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പെയിൻറ്റിങ് ചിലപ്പോൾ മിക്കവാറും ഈ വണ്ടി ആയിരിക്കും. നമ്മളുടെ ഓർഡർ ഒന്ന് തെറ്റി. നമ്മൾക്ക് ഈ ഒരു വണ്ടി കർണാടക വണ്ടിയായിരുന്നു അടുത്ത് പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നത്, നമ്മളുടെ ആ ഇന്നോവ കാരനേക്കാളും മുമ്പ്. പക്ഷേ വണ്ടിയുടെ പുട്ടി വർക്ക് കാര്യങ്ങൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ പ്രൈമർ കോട്ട് കാര്യങ്ങൾ കഴിഞ്ഞു. ഷേപ്പ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, ബബിൾസ് ഉണ്ടായിരുന്നു. ഓൾറെഡി ബോഡിയുമ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ആ കംപ്ലയിൻറ്റ് പൂർത്തീകരിക്കാനായിട്ട് സമയം വേണ്ട വന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ വരികയാണെങ്കിൽ ഇത് നമ്മുടെ ഫ്രണ്ട് മാത്രം സെറ്റിങ് ചെയ്യുന്ന ഒരു ഇന്നോവയാണ്. ഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ് ഇല്ല, ഫ്രണ്ട് മാത്രം പെയിൻറ്റ് ചെയ്യും, 2 ഡോർ പെയിൻറ്റ് ചെയ്യും. ഇത് നമ്മളുടെ ഒരു MH വണ്ടി, ഓൾറെഡി ടൈപ്പ് 4 വണ്ടിയായിരുന്നു. ആ വണ്ടി പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി. പക്ഷേ ഇതിന് പോളിഷിങ് കാര്യങ്ങളും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ സെന്നിൻ്റെ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുമേക്ക് നിൽക്കും. അപ്പോൾ സെന്നിൻ്റെ പറ്റിയ ഗ്രില്ല് നമ്മൾ കിട്ടിയിട്ടോ. ഇപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ലോഗോ അതും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പെയിൻ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ. ലുക്ക് കാണുന്ന ഫുൾ കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടത് 3 ദിവസം മുമ്പുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ 3 ദിവസത്തിന് ശേഷം നമ്മളുടെ ഗാരേജിലെ അവസ്ഥയാണ് കാണുന്നത്. കാരണം 3 ദിവസത്തോളം നമുക്ക് ഗാരേജിലെ വ്ളോഗ് കാര്യങ്ങൾ എടുക്കാനായിട്ട് സാധിച്ചില്ല. കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് വ്ളോഗിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് കാണുന്നത്. നമ്മളുടെ ഇവിടെ ബ്ലാക്ക് ഇന്നോവയുടെ ഫ്രണ്ട് സെറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ സിൽവർ ഇന്നോവ ഒരു MH രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പോളിഷിങ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു ഗ്രേ ഇന്നോവ വണ്ടി വർക്കെല്ലാം കംപ്ലീറ്റ് ആയി നിൽക്കുന്നു. ഇതിൻ്റെ ഇപ്പോൾ പോളിഷിങ് കഴിഞ്ഞു, വാക്സ് ഇടാൻ ബാക്കിയാണ്. സൈഡിലെ സ്കർട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഫിറ്റിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മളുടെ ഇവിടെ റെഡ് ഇന്നോവ ഇതേപോലെ നിൽക്കുന്നു. പോളിഷിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടിയും പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മളുടെ ഹോണ്ട സിറ്റി സെറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി റെഡി ആയി നിൽക്കുന്നു. ഇനിയിപ്പോൾ പോളിഷിങ് ബാക്കിയുണ്ട്. ഇല്ല, കട്ടിങ് അടക്കം ചെയ്തിട്ടില്ല. കുറച്ചും കൂടി പുറത്ത് പോവുകയാണെങ്കിൽ നമ്മളുടെ സെന്നയുടെ
നിൽക്കുന്നു. ഗ്യാരേജിൻ്റെ മെയിൻ്റനൻസ് വർക്ക് കുറച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. സന്നദ്ധ സ്കർട്ടിങ്ങൊക്കെ സെറ്റ് ചെയ്ത് നാഡോഗ്ര അടിച്ച് റെഡിയായി നിൽക്കുന്നു. ഇതിൻ്റെ മാത്സ് ഇടാൻ ബാക്കിയാണ്, വാഷിങ് ബാക്കിയാണ്, എല്ലാ വണ്ടിയുടെ വാഷിങ്ങുകൾ ബാക്കിയാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പോകണമെങ്കിൽ നമ്മളുടെ ഇവിടെ ഒരു പേൾ വൈറ്റ് ഇന്നോവ ടൈപ്പ് 2 ഇന്നോവ തന്നെയാണ്. പെയിൻറ്റിങ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി നിൽക്കുന്നുണ്ട്. പെയിൻറ്റിങ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി നിൽക്കുന്നു പേൾ വൈറ്റ് ഇന്നോവ. അകത്ത് നമ്മുടെ ഒരു കർണാടക രജിസ്ട്രേഷൻ വണ്ടി പെയിൻറ്റിങ്ങിന് വേണ്ടി പ്രൈമർ കോട്ട് അടിക്കാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ബൂത്തിൽ കയറിയിട്ടുണ്ട് ഈ വണ്ടി ഇനിയിപ്പോൾ പ്രൈമർ അടിക്കണം, ബേസ് അടിക്കണം, പെയിൻറ്റ് അടിക്കണം. ഏതാ കളർ ഇത്? നാഡോഗ്ര അടിക്കാനായിട്ടാണ് കേട്ടോ. ടോപ്പ് ബ്ലാക്ക് ഒക്കെ ഉണ്ടോണല്ലേ? ടോപ്പ് ബ്ലാക്ക് അടിച്ച് നാഡോഗ്ര അടിക്കാനായിട്ട് റെഡി ആയി നിൽക്കുന്നു. ഇതിൻ്റെയൊക്കെ വീഡിയോ സെപ്പറേറ്റ് വരുന്നതാണ്. ഇത് നമ്മുടെ ഗ്ലാസ്സും പെയിൻ്റ് ആയത് വേറെ ഒന്നല്ല, റീപ്ലേസ് ചെയ്യാനുള്ള ഗ്ലാസ്സാണ്, പൊട്ടിയാന ഗ്ലാസ്സാണ് കേട്ടോ. ബീഡിങ്ങുകളടക്കം ചേഞ്ച് ചെയ്യണം. നമ്മൾ ഈ ഒരു ഏരിയ ഗ്ലോസി ബ്ലാക്ക് അടിച്ചിട്ടാണ് നമ്മൾ പേൾ വൈറ്റ് അടിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഫൈനൽ സെറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടിയുടെ. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെന്ന് വാഷിങ്ങിന് കൊണ്ടുപോകാം കേട്ടോ. വണ്ടി റബ്ബിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ സ്കർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ സ്കർട്ടാണ്, കട്ട് ചെയ്തിട്ട് കയറ്റാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് വലിയ സ്കർട്ടാണല്ലോ പറഞ്ഞത് സ്വിഫ്റ്റിന്, കട്ട് ചെയ്ത് കയറ്റി. നല്ല മഴയാണ് കേട്ടോ ഇവിടെ. പക്ഷെ മഴയത്ത് പെയിൻറ്റിംഗ് ഒന്നും പ്രശ്നമില്ല, ബൂത്തിൽ ഇതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഓക്കെ ഹോണ്ട സെറ്റ് അങ്ങോട്ട് കയറ്റിയിട്ടു. അപ്പോൾ നമ്മൾ മഴ ആയതുകൊണ്ട് നമ്മളുടെ ഡ്രസ്സ് ഒന്നുകൂടി സ്ട്രോങ് ആക്കി പണിയാന്ന് വിചാരിച്ചു. ഫ്രണ്ടിൽ നമ്മൾ അന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും കൂടി അയച്ചിട്ട് ഒന്നുകൂടി സ്ട്രോങ് ആക്കാൻ, അതിൻ്റെ ഫ്രെയിമൊക്കെ സ്ട്രോങ് ആക്കിയിട്ട് പണിയാന്ന് വിചാരിച്ചു. വണ്ടി സ്റ്റാർട്ട് ഉണ്ടോ? നല്ല വണ്ടിയാണ്ടോ തന്നെ ഇത്. പക്ഷേ വണ്ടിക്ക് പാച്ച് ഉണ്ടായിരുന്നു, രണ്ട് റണ്ണിങ് ബോർഡൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ തുരുമ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട്, മാക്സിമം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ടയറും അലോയ് വീലൊക്കെ ചേഞ്ച് ചെയ്താലേ ഞാൻ ലുക്ക് വരുള്ളൂ. സ്കർട്ടിങ് കയറ്റിപ്പോൾ ഓൾറെഡി ലുക്ക് ഉണ്ട് വണ്ടി, ഞാൻ നിങ്ങൾക്ക് വാഷിംഗ് വെച്ചിട്ട് കാണിച്ചു തരാം. പക്ഷെ ആ ടയറും അലോയ് വീലും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ, ടയറൊക്കെ ആകെ മോശമാണ് അതിൻ്റെ, അതുകൊണ്ട് ചേഞ്ച് ചെയ്ത് നല്ല കാണാൻ ഭയങ്കര ലുക്ക് ആയിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി. ഒരു പേൾ വൈറ്റ് അടിച്ചിരിക്കുന്ന വണ്ടിയാണ്. അത് അടിച്ചു ഏകദേശം ഇപ്പോൾ ഒരു 6 മാസത്തിന് മേലെയായി നമ്മൾ അടിച്ചിട്ട് കൊണ്ടുപോകാണ്ട് കിടക്കുന്നത്. പേൾ വൈറ്റ് അടിച്ചു, അതേപോലെ തന്നെ നമ്മളുടെ സീറ്റൊക്കെ സ്പോട്ടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ ഇത് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് വണ്ടി എത്രയും പെട്ടെന്ന് കൊണ്ടുപോവുക. കാരണം നമ്മളിപ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റും ടൈലൈറ്റ് അയച്ചു, നമ്മൾക്ക് ആകെ 50,000 അഡ്വാൻസ് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പേൾ വൈറ്റ് അടിച്ചു, സീറ്റ് സ്പോട്ടി ചെയ്തു, ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തു, ക്രോമുകളൊക്കെ സെറ്റ് ചെയ്തു. പക്ഷെ നമ്മൾക്ക് പേയ്മെൻറ്റിൻ്റെ ബുദ്ധിമുട്ട് വന്ന കാരണം ഹെഡ്ലൈറ്റും ടൈലൈറ്റ് അയച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ വണ്ടി കിടക്കുന്ന അവസ്ഥ ഇങ്ങനെയാണ്. നമ്മൾ ആ ഇടയ്ക്കിടയ്ക്ക് ഓൺ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ മഴക്കാലമാണ്. അപ്പോൾ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഗ്രേ കളർ ഇന്നോവ വാഷിങ്ങിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സിൽവർ ഇന്നോവ ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു വാഷിങ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഗ്യാരേജിൽ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഏകദേശം 2 ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ കാണിച്ചത്. ഫസ്റ്റ് ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോഴും കാണിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്.
അപ്പോൾ എല്ലാവർക്കും ബൈ.